ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? ഗോതമ്പ് ദോശ എപ്പോഴും ഒരേപോലെ ഉണ്ടാക്കി മടുത്തോ? ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന രീതിയിലും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടാ. നിങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. ഒരു തവണ ട്രൈ ചെയ്താൽ പിന്നെ ഇതുപോലെ ഗോതമ്പ് ദോശ നിങ്ങൾ റെഡിയാക്കുള്ളൂ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ കിഡിലറ്റ് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി. 1/4 കപ്പ് ചെറുപയർ എടുത്ത് ഓവർനൈറ്റ് കുതിർത്തി വെച്ചേക്കണതാണ്. ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ദോശ ഇൻസ്റ്റന്റ് ആയിട്ട് ഉണ്ടാക്കുന്നതും കൂടിയാണ് കേട്ടോ. ബേക്കിംഗ് സോഡ ഒന്നും വേണ്ട നമുക്ക്. അല്ലാണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ചെറിയ ക്യാരറ്റ് ചെറുതായിട്ട് മുറിച്ചിട്ടുണ്ട്. ചെറിയ കഷ്ണം ഇഞ്ചി, 3 പച്ചമുളക് എരിവിനനുസരിച്ച് എടുത്തോളൂ കേട്ടോ. 3 പയറിലേക്ക് ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ചെറിയ ജീരകം. 1 കപ്പ് ഗോതമ്പ് മാവ് എടുത്തേക്കണേ. ഗോതമ്പ് മാവ് ഇത്തിരി കൂടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പയർ ഈ അളവ് എടുത്താൽ മതി. ഒരുപാട് ഗോതമ്പ് മാവ് കൂടുകയാണെങ്കിൽ മാത്രം പയർ കുറച്ച് കൂട്ടിയാൽ മതി. ഈ മാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പ്, കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അരയ്ക്കുമ്പോൾ ഒരുപാട് ലൂസായിട്ട് അരയ്ക്കേണ്ട കേട്ടോ. കുറേശ്ശെ കട്ടിയോടുകൂടി അരച്ചെടുത്താൽ മതി. ഇപ്പം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അരയ്ക്കുമ്പോൾ വെള്ളം ആവശ്യത്തിന് ചേർത്താൽ മതി. അരച്ചെടുത്ത മാവ് ബൗളിലേക്ക് ചേർക്കുന്നുണ്ട്. മാവിൻ്റെ പാകം ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടല്ലേ, ഇത്ര കട്ടിയിൽ വേണം. അല്ലാണ്ട് കനം കുറഞ്ഞ് മൊരിഞ്ഞ ദോശയായിട്ട് നമുക്ക് ഈ ദോശ ഉണ്ടാക്കാൻ പറ്റില്ല. കുറച്ച് കട്ടിയുള്ള ദോശയായിട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇത് ഇൻസ്റ്റന്റ് ദോശയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാവ് അരച്ച വഴിക്ക് തന്നെ നമുക്ക് ദോശ റെഡിയാക്കാൻ പറ്റും. ഇപ്പം നമ്മൾ ഈ ദോശയ്ക്ക് ഒരു ചട്നിയും കൂടി റെഡിയാക്കുന്നുണ്ട്. അതുവരെ മാറ്റി വയ്ക്കാം. പാനിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. 6-7 വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, 5-6 ചെറിയ ഉള്ളി, പകുതി സവാള, കുറച്ച് വേപ്പില, ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയാൽ മതിയിട്ട. ചെറിയ കഷ്ണം പുളി, കുറച്ച് കാഷ്യൂ, 3 തക്കാളി. പുളി വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കിക്കോളൂ കേട്ടോ. തക്കാളിയുടെ പുളി മടിയിലുണ്ടെങ്കിൽ. ചട്നിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂണിൽ കുറവ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. എല്ലാം മിക്സ് ചെയ്ത് കൊടുത്തിട്ട് തക്കാളി ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കാം. തക്കാളി നല്ലോണം സോഫ്റ്റ് ആകുമ്പോൾ ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർക്കുന്നുണ്ട്. മല്ലിയില ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മല്ലിയില ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം 1 ടേബിൾ സ്പൂൺ നാളികേരം ചേർക്കുന്നുണ്ട്. നാളികേരം കൂടെ ഉണ്ടാക്കാം. നാളികേരം ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ ഗോതമ്പ് ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനത്തെ ചട്നി ചമ്മന്തിയൊക്കെ സ്വാദ് ഉണ്ടാവുള്ളൂ. ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഈ മിക്സ് നല്ലോണം തണുത്തതിന് ശേഷം ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് വരാം. ഒട്ടും വെള്ളം ചേർക്കാണ്ടാണ് കേട്ടോ ഞാൻ ചമ്മന്തി അരച്ചേക്കണം. നിങ്ങൾക്ക് ചട്നി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് അരച്ചാൽ മതി. നമുക്ക് ഈ ചമ്മന്തി വറുത്തിടാം. കടുക് പൊട്ടിച്ചത് ചമ്മന്തിയിലേക്ക് ചേർക്കുന്നുണ്ട്. ഒന്നുമില്ല കേട്ടോ, കടുകും വേപ്പിലും ചുവന്ന മുളകും. ചമ്മന്തി മാറ്റി വെച്ചിട്ട് നമുക്ക് ദോശ റെഡിയാക്കാം. ദോശ റെഡിയാക്കണ മുമ്പ് മാവിൽ ഉപ്പ് കറക്റ്റ് ആണോ നോക്കിക്കോളൂ കേട്ടോ. കടുക് പൊട്ടിച്ച അതേ പാനിലാണ് കേട്ടോ ഞാൻ ദോശ ഉണ്ടാക്കണത്. നിങ്ങൾ വേറെ തവയിലാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ദോശയ്ക്ക് ഇത്തിരി എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുത്തോളൂ. ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. മുകളിൽ കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ദോശ മറിച്ചിടാം. അടിഭാഗം കൂടി റെഡിയാക്കി എടുക്കാം. ഒരെണ്ണ റെഡിയായിട്ട് ബാക്കിയുള്ള മാവ് മുഴുവൻ നമുക്ക് ഇതുപോലെ റെഡിയാക്കി എടുക്കാം. ദോശയെല്ലാം റെഡിയാക്കി എടുത്തുട്ടാ. തില്ലൻ ഗോതമ്പ് ദോശയാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ദോശയും കൂടിയാണ്. ഇനി ഗോതമ്പ് ദോശ ട്രൈ ചെയ്യുമ്പോൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടാ. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക. പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. See you. Bye.